ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫിഷിംഗ് വീഡിയോ അല്ല, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. രാവിലെ തന്നെ ഹസ്ബൻഡിന് കുറച്ച് സിലോപ്പിയ കൊണ്ടു തന്നു. അപ്പം തന്നെ ഞാൻ കരുതി ഇന്ന് മക്കൾക്കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യണം. എന്നും ഞാൻ മുളക് കറി വെക്കും, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യും. പക്ഷേ കുഞ്ഞുങ്ങൾ കഴിക്കാറില്ല എരിവാണെന്ന് കരുതി. അപ്പോഴാണ് മോനൊരു പച്ചമാങ്ങയും കൊണ്ടുവരുന്നത്. അവൻ ആരെയോ പറ്റിച്ച് അവൻ ഉപ്പുകൂട്ടി തിന്നാൻ കൊണ്ടുവന്നേ, എങ്കിലും അവനോട് വഴക്കിട്ട് ആ മാങ്ങ ഇങ്ങ് വാങ്ങിച്ചു. അപ്പം ഞാൻ കരുതി, സാധാരണ കരിമീനൊക്കെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുമ്പോൾ മക്കൾ നന്നായിട്ട് ചോറ് കഴിക്കാറുണ്ട്. അപ്പോൾ കരുതി സിലോപ്പിയ ഇവിടെ അങ്ങനെ ഒന്ന് പരീക്ഷിക്കാമെന്ന്. അപ്പം തന്നെ ഞാൻ പോയി ഒരു തേങ്ങ പൊതിച്ച് ഒരു തേങ്ങയുടെ പാല് അധികം വെള്ളമൊന്നും ചേർക്കാതെ പിഴിഞ്ഞെടുത്ത് വെച്ചു. അതിനുശേഷം കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് കൂട്ടത്തിൽ നമ്മുടെ മാങ്ങയും ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചു. അതിനുശേഷം മീൻ വെട്ടാൻ പോയി. മീൻ വെട്ടി നന്നായിട്ട് ചെതമ്പലൊക്കെ കളഞ്ഞ് ഉപ്പിട്ട് കല്ലിൽ നന്നായിട്ട് തേച്ച് നമ്മുടെ സിലോപ്പി നല്ല വെളുത്ത രീതിയിൽ തേച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരപ്പ് പുരട്ടി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം നമ്മുടെ പാൻ അങ്ങോട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിൻ്റെ മുകൾ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഒരുപാട് അങ്ങ് സാധാരണ നമ്മൾ മീൻ വറക്കുന്ന പോലെ വറക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവ പൊട്ടിക്കുക. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൊച്ചുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ പെട്ടെന്ന് അത് മൂത്ത് കിട്ടും. അതിനുശേഷം അതങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. അത് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മുടെ മീൻ വേവാൻ മാത്രമുള്ള വെള്ളം ഒഴിക്കുക. ആ വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങായും കൂടി ഇട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക. മാങ്ങ വെന്തിറങ്ങി അതിൻ്റെ പുളിയൊക്കെ ആ അരപ്പിൽ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സിലോപ്പിയും കൂടി ചേർക്കുക. അതിനുശേഷം അത് അടച്ചു വെച്ച് സിലോപ്പിയ ആ അരപ്പ് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നല്ല രീതിയിൽ തിളച്ച് ആ തേങ്ങാപ്പാലൊക്കെ മീനകത്ത് പിടിച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തോനെ ഇച്ചിരി നമ്മൾ മുളക് പൊടി അധികം ചേർക്കാത്തതുകൊണ്ട് കുരുമുളക് ഇച്ചിരി തോനെ ചേർക്കണം. ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി നല്ലതുപോലെ അതിലേക്ക് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം തന്നെ കറിക്ക് നല്ലൊരു മണമൊക്കെ വന്നു. വീട്ടിൽ കഴിക്കാത്തവർ വരെ അന്ന് സിലോപ്പിയ കൂട്ടി. കരിമീൻ ചെയ്തതുപോലെ തന്നെ ഇത്രയും സക്സസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കണം. ഇതുപോലെ എല്ലാ മീനും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ കരിമീൻ ചെയ്യുമ്പോഴും കിട്ടാറ്. എങ്കിലും സിലോപ്പി ഇതുവരെ ആരും അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.